നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഫലപ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. പ്രദീപ് ഗുപ്ത എന്ന സെഫോളജിസ്റ്റിന് അഥവാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന വിദഗ്ധന് തെറ്റുപറ്റാറേയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് 5ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ ജേർണലിസ്റ്റ് രാജ്ദീപ് സർദേശായിയുടെ പരിപാടിയിൽ പ്രദീപ് ഗുപ്ത പറയുന്നത് BJPക്ക് 300 മുതൽ 350 വരെ സീറ്റുകൾ നേടാനാകുമെന്നാണ്. ഇത് കേട്ട രാജ്ദീപ് സർദേശായി അന്തം വിട്ടു. 7 ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പിൽ ആർക്കെങ്കിലും ഇടയിൽ നിന്നും പൊടുന്നനെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുമോ, അതോ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനാകുമോ? അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യത്തിന് പ്രദീപ് ഗുപ്ത നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു ദ്വിമുഖ പോരാട്ടമാണെങ്കിൽ 30 മുതൽ 40% വരെ വോട്ടർമാർ നേരത്തെ അവരുടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കും. 20 മുതൽ 30% ആളുകൾ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്നും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മാറി ചിന്തിച്ചേക്കാം. ഇവരെ ഫ്ലോട്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഏതൊരു സ്ഥാനാർത്ഥിയെയും 10 മുതൽ 20% വോട്ടുകൾക്കാണ് ജയിക്കുക. ഫ്ലോട്ടേഴ്സ് എന്ന് വിളിക്കുന്ന മാറി ചിന്തിക്കുന്ന 20 മുതൽ 30% വരെയുള്ള വോട്ടർമാരും ഒരു മാസം മുൻപേ കാര്യങ്ങൾ തീരുമാനിക്കും. അതേപോലെ 2019 ബാലാക്കോട്ട് ആക്രമണം കാരണം വോട്ടർമാർ BJPക്ക് അനുകൂലമായി തീരുമാനമെടുത്തു. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു സംഭവമില്ല. മഹാരാഷ്ട്രയിൽ പോലും അടുത്ത പോരാട്ടം എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. ബംഗാളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ചോദ്യത്തിന് പ്രദീപ് ഗുപ്ത ഇങ്ങനെയാണ് മറുപടി നൽകിയത്: മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. 2019 നിന്നും 2024 എത്തുമ്പോൾ വോട്ടർമാർ പോലും ആശയക്കുഴപ്പത്തിലാണെന്നും മഹാരാഷ്ട്രയിൽ, അതും മറ്റ് സംസ്ഥാനങ്ങളിലില്ല. ബാലാക്കോട്ട് ആക്രമണം പോലുള്ള ഒരു സംഭവമെങ്കിലും BJP NDA 330-ലധികം സീറ്റുകൾ കിട്ടും. ചിലപ്പോൾ 350 സീറ്റുകൾ വരെ കിട്ടും. ഭരണത്തിലിരിക്കുന്നവരുടെ പ്രകടനവും അവർ നിറവേറ്റിയ വാഗ്ദാനങ്ങളും മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പോലെയുള്ള പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞ 50 വർഷമായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി വരാനിരിക്കുന്ന 50 വർഷങ്ങളിലും അതുണ്ടാകും. എന്തായാലും കൃത്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യലാണ് പ്രാധാന്യം. അതിവിടെ നടന്നിട്ടുണ്ട്. ഇതോടെ രാജ്ദീപ് സർദേശായി മറുപടിയില്ലാത്ത വിധം നിശബ്ദനായി. കൃത്യമായി വിജയിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധം കടുത്ത പോരാട്ടമാണ് നടക്കുന്നതെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് രാജ്ദീപ് സർദേശായി പോലെയുള്ള മോദി വിരുദ്ധ ജേർണലിസ്റ്റുകളും ദ വയർ, ദ ഹിന്ദു, BBC തുടങ്ങിയ മോദി വിരുദ്ധ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ ആരാണ് ജയിക്കണമെന്നതിൽ ആശയക്കുഴപ്പമില്ലെന്നതാണ് പ്രദീപ് ഗുപ്തയെ പോലെയുള്ള പരിചയസമ്പന്നരായ തിരഞ്ഞെടുപ്പ് ഫലപ്രവാചകർ പറയുന്നത്. എക്സിറ്റ് പോളിലൂടെ ഇന്ത്യയുടെ വിവിധ ഭൂവിഭാഗങ്ങളുടെയും നഗര ഗ്രാമീണ ജനവിഭാഗങ്ങളുടെയും യുവ വനിത വാർദ്ധക്യ വിഭാഗങ്ങളുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളെ കോർത്തിണക്കി കൃത്യമായി തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്നതിൽ മിടുക്കനാണ് പ്രദീപ് ഗുപ്ത.